വെൽക്കം. തഹ്മനാണ്. ആന്റിബയോട്ടിക്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ സീരീസ്. സോ ഇതിനകത്ത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പെനിസിലിൻസ് വിഭാഗം ആന്റിബയോട്ടിക്സിനെ കുറിച്ചിട്ടാണ്. സോ ഇറ്റ്സ് എ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. മെക്കാനിസംസ് നമ്മൾ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. സോ നമുക്ക് പറയേണ്ടത് ഈ വീഡിയോയിൽ ടു ക്ലാസിഫൈ പെനിസിലിൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. ദെൻ അബൌട്ട് പെനിസിലിൻ ജിയെ കുറിച്ചിട്ട് നമുക്ക് പറയണം. അതിന്റെ ഫാർമക്കോളജി നമുക്ക് പറയണം. ദെൻ അതർ ഡ്രഗ്സ്, അതർ പെനിസിലിൻസ് പറയണം. ആംബിസിലിൻ ഉണ്ട്, അമോക്സിൽ ഉണ്ട്. അപ്പോൾ രണ്ടിലൊന്ന് കമ്പയർ ചെയ്യണം. പ്രധാനപ്പെട്ട മരുന്നുകളാണ്. ബാക്കി എല്ലാ പെനിസിലിൻ മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ പറയും. പെനിസിലിൻസ് ഒരു ബീറ്റാ ലാക്ടം വിഭാഗം മരുന്നാണ്. ബീറ്റാ ലാക്ടം റിംഗ് ഉള്ള മരുന്നാണ്. ബീറ്റാ ലാക്ടം റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റാ ലാക്ടം റിംഗ് ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഇത് നൈട്രജൻ, ഇത് ഇവിടെ വരും. ഇതാണ് ബീറ്റാ ലാക്ടം റിംഗ്. സോ ബീറ്റാ ലാക്ടം റിംഗ് ഉള്ള വേറെയും ആന്റിബയോട്ടിക്സ് ഉണ്ട്. സെഫാലോസ്പോറിനുണ്ട്, കാർബോപെനാംസ് ഉണ്ട്, മോണോബാക്ടംസ്, എല്ലാത്തിനും ബീറ്റാ ലാക്ടം റിംഗ്. ആൻഡ് ഈ ബീറ്റാ ലാക്ടം റിംഗിൽ ഒരു 5 മെമ്പർ തയസോളിഡോൺ അത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ, തയസോളിഡോൺ റിംഗ് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ദിസ് വിൽ ബിക്കം പെനിസിലിൻ. തയോ എന്ന് പറയുമ്പോൾ സൾഫയാണ്. ഓക്കെ, അപ്പോൾ പെനിസിലിൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ. ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ദെൻ സി ഡബിൾ ബോണ്ടോ, ദെൻ ആർ. ഈ ആർ മാറ്റുന്ന അനുസരിച്ച് പല പല പെൻസിലും വരും. ഇവിടെ ഇപ്പോൾ ആർ ഒരു ബെൻസിൻ റിംഗ് ആണെങ്കിൽ ഞാൻ ബെൻസിൻ റിംഗ് വരയ്ക്കുകയാണ്. സോ ഇതാണ് പെനിസിലിൻ ജി എന്ന് പറയുന്നത്. ആറിന് പകരം ബെൻസിൻ ആണെങ്കിൽ സോ ദിസ് ഈസ് പെനിസിലിൻ ജി എന്ന് പറയുന്ന ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച, നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ച പെനിസിലിൻ ജി ആണ്. ഫസ്റ്റ് നാച്ചുറൽ പെനിസിലിൻ ആണ്. ഇത് കിട്ടിയത് പെനിസീലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. ദെൻ അതിനുശേഷം ചെയിൻ ആൻഡ് ഫ്ലോറി കൊമേഴ്ഷ്യലി കണ്ടുപിടിച്ചത് പെനിസിലിയം ക്രൈസോജീനം എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന് കൊമേഴ്ഷ്യലി കണ്ടുപിടിച്ചു. ചെയിൻ ആൻഡ് ഫ്ലോറി, അലക്സാണ്ടർ ഫ്ലെമിംഗ്. സോ ഇവർക്കൊക്കെ നോബൽ സമ്മാനം കിട്ടിയത്. സോ ഇതാണ് പെനിസിലിൻ ജി. നമ്മൾ വെറുതെ പെനിസിലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് പെനിസിലിൻ ജിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് പെനിസിലിൻ ജിയെ നമ്മൾ ഇന്റർനാഷണൽ യൂണിറ്റിലാണ് പറയുക. ഇന്റർനാഷണൽ യൂണിറ്റ്, ഒരു ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 മൈക്രോഗ്രാം ആണ്. MCG എന്ന് എഴുതാം. ആൻഡ് അപ്പോൾ 1 ഗ്രാം പെൻസിലിൻ എത്ര യൂണിറ്റ് വരും എന്ന് വെച്ചാൽ 1.6 മില്യൺ ഇന്റർനാഷണൽ യൂണിറ്റ് ആയിരിക്കും 1 ഗ്രാമിൽ വരിക. അപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ, ഈ പെൻസിലിൻ ജിയെ നമുക്ക് നാച്ചുറൽ പെൻസിലിനിൽ പെടുത്താമല്ലോ. നാച്ചുറൽ, ഇതാണല്ലോ പ്രകൃതിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ പെൻസിലിൻ ജി ആണ് നാച്ചുറൽ. പക്ഷേ ഈ പെൻസിലിന്റെ പല പ്രോപ്പർട്ടീസ് നമുക്ക് അത്ര പിടിച്ചിട്ടില്ല. പല പോരായ്മകളുണ്ട്. സോ നമ്മളിതിനെ മോഡിഫൈ ചെയ്ത് എത്തിയതാണ് പുതിയ പെനിസിലിൻ. സോ അതാണ് പുതിയ ഗ്രൂപ്പ് ഓർ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹാഫ് ലൈഫ് വളരെ കുറവാണ്. 1 to 2 hours മാത്രമേ ഉള്ളൂ ടി. സോ അപ്പോൾ ദിവസം നമുക്ക് പലതവണ കൊടുക്കണം. ആൻഡ് ഓൺലി ആസ് IV മാത്രമേ കൊടുക്കാനും പറ്റൂ. സോ ഇതിന് നമ്മൾ ആദ്യം കണ്ട പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരം എന്ന് വെച്ചാൽ ഒരു മരുന്നുണ്ട്, പ്രൊബൻസിഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. പ്രൊബൻസിഡ് ഇസ് എ OATP ഇൻഹിബിറ്റർ ആണ്. ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ ആണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ റീനൽ ട്യൂബുലാർ സെൽസിലാണ്. വൃക്കയില് ആക്റ്റീവ് ട്യൂബുലാർ സെക്രീഷൻ വഴി പെനിസിലിൻ നശിക്കുന്നത് തടയണം. OATP തടയുമ്പോൾ അത് തടയും. സോ അപ്പോൾ പെനിസിലിൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നേരം നിൽക്കും. അപ്പോൾ ആക്ഷൻ കൂടുതൽ നേരം കിട്ടും. ഇതാണ് നമ്മൾ ഒരു വിദ്യ ചെയ്ത് നോക്കി, ഒരു മെത്തേഡ്. ദെൻ അതല്ലാതെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഫസ്റ്റ് വൺ ഈസ് പ്രൊക്കെയിൻ പെനിസിലിൻ. പ്രൊക്കെയിൻ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്കിൽ പഠിച്ചാണ്. സോ പ്രൊക്കെയിൻ പെനിസിലിൻ ജി കണ്ടുപിടിച്ചു. ആൻഡ് ഇതിന്റെ ഹാഫ് ലൈഫ് ഒക്കെ വർദ്ധിച്ചു. IM ആയിട്ട് കൊടുക്കണം. പക്ഷേ 4 നേരം കുത്തണ്ട. അപ്പോൾ 1 നേരമൊക്കെ കുത്തിയാൽ മതി. പിന്നെ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചത് അത് ബെൻസാത്തിൻ പെൻസിലാണ്. ബെൻസാത്തിൻ പെൻസിലിൻ ജി. എല്ലാം പെൻസിലിൻ ജി എന്ന് അതിന്റെ കൂടെ എഴുതണം. ഇത് ചില കേസുകളിൽ ആഴ്ചയിൽ ഒരിക്കലുണ്ട്, ചിലത് മാസത്തിൽ 1 തവണയൊക്കെ കൊടുക്കുന്ന കേസുകളുണ്ട്. സോ റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഡിപ്പോട്ട് പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറയാം. ദീർഘനാൾ വർക്ക് ചെയ്യുന്നതാണ്. സോ ഇത് മയമായിട്ടൊക്കെ ആയിരിക്കും കുത്തുക. പിന്നെ ഒരെണ്ണം വന്നത് ഫോർട്ടിഫൈഡ് പെൻസിലിനാണ്. ഫോർട്ടിഫൈഡ് പെൻസിലിൻ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രൊക്കെയിനും അതിന്റെ കൂടെ പെൻസിലിൻ ജിയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടിന്റെയും ഗുണം കിട്ടും. സോ അങ്ങനെ നമ്മൾ കുറച്ച് ലോങ് ആക്ടിങ് പെൻസിലിൻസ് ഉണ്ടാക്കി. ലോങ് ആക്ടിങ് ഇതും എല്ലാ ബുക്കുകളിലും നാച്ചുറലാണ് പെടുത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇത് നാച്ചുറൽ അല്ല, നമ്മൾ വി ഹാവ് മോഡിഫൈഡ്, സം മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയതാണല്ലോ. എനിവേ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് നാച്ചുറൽ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. ഇനി ബാക്കിയുള്ളത് എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് സെമി സിന്തറ്റിക് പെനിസിലിൻസ് ആണ് പിന്നെ ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് പറയാം. പെനിസിലിന്റെ പ്രശ്നം അത് ഗുളികയായിട്ട് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പെനിസിലിൻ ജി ഈസ് ആസിഡ് ലബൈലാണ്. ആസിഡ് ലബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വഴി അത് നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അതിന്റെ ബയോ അവൈലബിലിറ്റി കുറവാണ്. സോ അപ്പോൾ ആസിഡ് റെസിസ്റ്റന്റ് ആക്കണം. ആസിഡ് റെസിസ്റ്റന്റ് ആക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മരുന്നാണ് ആസിഡ് റെസിസ്റ്റന്റ് പെനിസിലിൻ. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ആസിഡ് റെസിസ്റ്റന്റ് പെനിസിലിൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പെനിസിലിൻ വി ആണ്. പെനിസിലിൻ വി എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഫിനോക്സി മീഥൈൽ പെനിസിലിൻ
ആണ്, മീഥൈൽ പെനിസിലിൻ. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഫിനോക്സി മീഥൈലിന് പകരം ഈഥൈൽ പെനിസിലിൻ വന്നു. അതിനെ നമ്മൾ ഫെനിത്തിസിലിൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇതാണ് അതിന്റെ ഗ്രൂപ്പിലെ ഏറ്റവും ഫേമസ്. ഇനി നമ്മൾ പറയുന്ന പലതും ആസിഡ് റെസിസ്റ്റന്റ് തന്നെയാണ്. ഇപ്പൊ ആംബിസിലിൻ, ക്ലോക്സാക്സിലിൻ, അതൊക്കെ ആസിഡ് റെസിസ്റ്റന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആസിഡ് റെസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തൽക്കാലം നമുക്ക് ഇവരെ മാത്രം ഉൾപ്പെടുത്താം. നമ്മൾ ഈ പറഞ്ഞ പെനിസിലിൻസിനെ എല്ലാത്തിനെയും നശിപ്പിക്കാനായിട്ട് ബാക്ടീരിയ ചില എൻസൈംസ് കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് പെനിസിലിനേസ് എന്ന് പറയുന്ന. പെനിസിലിന്റെ ആ സ്ട്രക്ചർ നമ്മൾ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ എൻ ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്സ്, ഇവിടെ വെച്ചിട്ടാണ് അത് കണ്ടിക്കുക. സോ അങ്ങനെ റെസിസ്റ്റൻസ് നേടി ബാക്ടീരിയ. സോ അപ്പോൾ അത് തടയാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചാണ് പെനിസിലിനേസ് റെസിസ്റ്റന്റ് പെനിസിലിൻസ്. അപ്പൊ അതിൽ പലതരം ഗ്രൂപ്പ് മരുന്നുകളുണ്ട്. ഐസോക്സസോയിൽ പെനിസിലിൻസ് ആണ് കൂടുതൽ. അതിന്റെ ഉദാഹരണം എഴുതുകയാണെങ്കിൽ ഓക്സാസില്ലിൻ, എല്ലാത്തിന്റെയും പുറകിൽ സില്ലിൻ ഉണ്ട്. ദെൻ ക്ലോക്സാസില്ലിൻ ഉണ്ട്. ഡൈക്ലോ ഉണ്ട്, ഡൈക്ലോക്സാസില്ലിൻ ഉണ്ട്. ദെൻ ഫ്ലൂക്ലോക്സാസില്ലിൻ ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലോക്സാസില്ലിൻ തന്നെയാണ് അതിന്റെ പേര്. ദെൻ പിന്നെ വന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള മെത്തിസിലിൻ ആണ്. മെത്തിസിലിൻ എന്ന് പറയുന്ന ഒരെണ്ണം വന്നു. ദെൻ നാഫിസില്ലി. സോ ഇത്രയും വന്നതെല്ലാം തന്നെ നമ്മൾ പെനിസിലിനേസ് റെസിസ്റ്റന്റ് പെനിസിലിൻ ഗ്രൂപ്പിലാണ് നമ്മൾ പെടുത്തുക. ഇവയിൽ മിക്കവാറും ഇതെല്ലാം തന്നെ ആസിഡ് റെസിസ്റ്റന്റ് കൂടിയാണ് കേട്ടോ. ഇത് രണ്ടും IV ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ദീസ് ഓൾ ആർ ആസിഡ് റെസിസ്റ്റന്റ് ഓൾസോ. ആൻഡ് ഇവയ്ക്കെല്ലാം തന്നെ ഈ പെനിസിലിനേസ് ഉണ്ടാക്കുന്ന സ്റ്റെഫൈലോകോക്കസിനെതിരെയാണ്. സോ ദീസ് ആർ ആക്ടിങ് അഗെയിൻസ്റ്റ് സ്റ്റെഫൈലോകോക്കസിനെതിരെ ഫലമുണ്ട്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് എന്നിവയ്ക്കെതിരെയാണ് ഫലം. പക്ഷെ ഇവയ്ക്ക് ഫലമില്ലാത്തത് എൻട്രോകോക്കൈക്കെതിരെ ഫലമില്ല. എൻട്രോകോക്കൈ, ലിസ്റ്റീരിയ എന്നിവയ്ക്കെതിരെ ഫലം ഇല്ല. അപ്പോൾ ബേസിക്കലി ഇതിനെല്ലാം ഗ്രാം പോസിറ്റീവിനെതിരെ മാത്രമാണ് ഫലം ഉള്ളത്. ഈ പറഞ്ഞതെല്ലാത്തിനും അധികവും ഗ്രാം പോസിറ്റീവിനാണ്. ദെൻ കുറച്ച് അല്ലാത്തതുകൊണ്ട് ഗ്രാം നെഗറ്റീവിനെതിരെ ഫലമില്ല. സോ അപ്പോൾ അതിനെതിരെ കൂടി ഫലം ഉള്ളവയാണ് നമ്മളപ്പോൾ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസ് വന്നത്. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസിലെ ആദ്യ ഗ്രൂപ്പാണ് അമിനോ പെനിസിലിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇതിൽ നമ്മൾ കേട്ടിട്ടുള്ള ആംപിസിലിൻ ഉണ്ട്. ആംപിസിലിന്റെ പ്രോഡ്രഗ്സ് ഉണ്ട്. ഇപ്പൊ ബെക്കാംബിസിലിൻ, ടാലാംബിസിലിൻ പോലെയുള്ളവ. ദെൻ അടുത്തത് അമോക്സിസിലിൻ ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അമോക്സിസിലിൻ. ഇവയ്ക്ക് അഡീഷണൽ ആയിട്ട് H ഇൻഫ്ലുവൻസെ അല്ലെങ്കിൽ E. കോളൈ, ദെൻ ലിസ്റ്റീരിയ ഇങ്ങനെയൊക്കെ ഉള്ളതിനെതിരെ ഫലമുണ്ട്. പക്ഷെ ഇല്ലാത്തത് സ്യൂഡോമോണാസിനെതിരെ ഫലമില്ല. സ്യൂഡോമോണാസിനെതിരെ ഫലം കുറവാണ്. പ്രോട്ടിയസിനെതിരെയും ഫലം കുറവാണ്. സോ ഇതിന് രണ്ടിനെതിരെ ഫലം ഇല്ല. അത് നികത്താനായിട്ട് വന്നതാണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് പെനിസിലിൻസ്. അതിനെ നമ്മൾ കാർബോക്സി പെനിസിലിൻസ് എന്നാണ് വിളിക്കുക. കാർബോക്സി പെനിസിലിൻസ്. സോ അവയ്ക്ക് അപ്പോൾ സ്യൂഡോമോണാസിനെതിരെ ഫലമുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ഇപ്പോൾ ഉള്ളത് ടിക്കാർസിലിൻ ആണ്. ദെൻ കാർബനിസിലിൻ ആണ് ആദ്യത്തെ മരുന്ന്, കാർബനിസിലിൻ. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ദെൻ പറയണമെങ്കിൽ ടെമോസിലിൻ എന്ന് പറയുന്നത് കൂടിയുണ്ട്. ഈ അമിനോ പെനിസിലിൻസ് മുതൽ ഗ്രാം നെഗറ്റീവിനെതിരെ കൂടി ഫലം കൂടി വരികയാണ് എന്ന് നമ്മൾ കാണാം. ഇപ്പോൾ H ഇൻഫ്ലുവൻസ്, ഈക്കോളൊക്കെ ഗ്രാം നെഗറ്റീവ് ആണല്ലോ. കാർബോക്സി ആകുമ്പോഴത്തേക്കും വീണ്ടും സ്യൂഡോമോണാസ് ഒക്കെ ഗ്രാം നെഗറ്റീവ്. സോ കാർബോക്സി ആകുമ്പോൾ വീണ്ടും ഗ്രാം നെഗറ്റീവിനെതിരെ ഫലമുണ്ട്. പക്ഷേ ഇവയ്ക്ക് ക്ലെപ്സില്ലക്കെതിരെ ഫലമില്ല. അപ്പോൾ അതിനെയും കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി വന്നതാണ് യുറീഡിയോ പെനിസിലിൻസ്. UREI, യുറീഡോ പെനിസിലിൻസ്. സോ അതിലേറ്റവും ഫേമസ് മരുന്ന്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും ഫേമസ് ഇതാണ്, പിപ്പരാസിലിൻ എന്ന് പറയുന്ന മരുന്നാണ്. പിപ്പരാസിലിൻ. ദെൻ മെസ്ലോസിലിൻ ഉണ്ട്, അസിലോസിലിൻ ഒക്കെ ഉണ്ട്. പക്ഷെ പിപ്പരാസിലിനാണ് ഏറ്റവും ഫേമസ്. സോ അപ്പോൾ ദീസ് ആർ ആന്റി സ്യൂഡോമോണൽ ആണ്. പെനിസിലിൻ ആണ്. ആൻഡ് ഓൾസോ ആന്റി ക്ലെപ്സില്ലയ്ക്കും എതിരെയും ഫലമുണ്ട്. പക്ഷെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഗ്രാം പോസിറ്റീവിനെതിരെയുള്ള ഫലം ഇവയ്ക്ക് കുറഞ്ഞു വരികയാണ്. സോ നാച്ചുറൽ പെൻസിലിൻ ഉണ്ടായിരുന്ന പല ഗ്രാം പോസിറ്റീവിനെതിരെ ഫലം ഇവയ്ക്ക് ഇല്ലാതെ വരുന്നുണ്ട്. ഇങ്ങോട്ട് ഗ്രാം നെഗറ്റീവിലേക്ക് കയറുമ്പോൾ ഗ്രാം പോസിറ്റീവിന്റെ ആക്ഷൻ കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പുതിയൊരു എൻസൈം ഉണ്ടാക്കി. അതിന്റെ പേരാണ് ബീറ്റാ ലാക്ടമേസസ് എന്ന് പറയുന്ന ഒരു എൻസൈംസ് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ നമുക്ക് അതിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുന്ന മരുന്ന് വേണം
വേണം. അങ്ങനെ നമ്മൾ ബീറ്റ ലാക്ടമേസസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന അവസാനത്തെ ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കി. ആൻഡ് ഇത് നമുക്ക് പെൻസിലിൻസിനൊപ്പം മാത്രമല്ല സെഫലോസ്പോറിന്റെ ഒപ്പവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഈ മരുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ക്ലാവുലാനിക് ആസിഡ് ആണ് ഒരെണ്ണം, ക്ലാവുലാനിക് ആസിഡ്. സൾബാക്ടം ഉണ്ട്, സൾബാക്ടം. ദെൻ ടാസോബാക്ടം ഉണ്ട്, ടാസോബാക്ടം. ഇപ്പൊ ലേറ്റസ്റ്റ് അവിബാക്ടം, ഇങ്ങനെ ഇത്രയും കൂടി ഉണ്ട്. സോ ഇത്രയും ഗ്രൂപ്പ് മരുന്നുകളാണ് പെനിസിലിൻ ഗ്രൂപ്പ്. സോ ഇത് പെനിസിലിന്റെ കൂടെ ചേർക്കുന്നതാണ്, ഇത് സെഫലോസ്പോറിന്റെ കൂടെ ചേർക്കാം. സോ പ്യുവർ പെനിസിലിൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നാച്ചുറൽ പെനിസിലിൻ ഉണ്ട്, ദെൻ ലോങ് ആക്ടിംഗ് പെനിസിലിൻ ഉണ്ട്, ആസിഡ് റെസിസ്റ്റന്റ് പെനിസിലിൻ ഉണ്ട്, പെനിസിലിനേസ് റെസിസ്റ്റന്റ് പെനിസിലിൻ ഉണ്ട്. ദെൻ എക്സ്റ്റൻഡഡ് സ്പെക്ട്രം പെനിസിലിൻസിൽ നമുക്ക് അമിനോ പെനിസിലിൻസ് ഉണ്ട്, കാർബോക്സി പെനിസിലിൻസ് ഉണ്ട്, യൂറിഡോപെൻസിലിൻ. ദെൻ അഡീഷണൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബീറ്റ ലാക്ടമേസസ് ഇൻഹിബിറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം പെനിസിലിൻ ജിയെ കുറിച്ചിട്ട് പറയാം, അതിന്റെ ഫാർമക്കോളജി പറയാം, ദെൻ ബാക്കിയുള്ള മരുന്നുകളെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ നമുക്ക് പെനിസിലിൻ ജിയെ കുറിച്ച് പറയാം. പെനിസിലിൻ ജിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്റർനാഷണൽ യൂണിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഷോർട്ട് ഹാഫ് ലൈഫ് ആണെന്നുള്ള കാര്യം പറഞ്ഞു, ഓറൽ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു, IV മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ആൻഡ് മറ്റൊരു കാര്യം ഞാൻ പറയാത്തത്, പെനിസിലിൻസ് ആർ ദ സേഫസ്റ്റ് ഡ്രഗ് ഇൻ പ്രഗ്നൻസി. സേഫസ്റ്റ് ഇൻ പ്രഗ്നൻസി, പ്രഗ്നൻസിയിൽ സേഫ് ഇതാണ്. ദെൻ ഇതല്ലെങ്കിൽ നമുക്ക് സെഫാലോസ്പോറിൻ കൊടുക്കാം, അല്ലെങ്കിൽ മാക്രോലൈഡ്. സോ ഇത് മൂന്നുമാണ് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഗ്രൂപ്പ് മരുന്ന്. ദെൻ ദിസ് ഈസ് ആസിഡിക് ആണ്. ആസിഡിക് ആവുന്നത് കൊണ്ട് ദിസ് കനോട്ട് റീച്ച് ഇൻ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ കയറില്ല. കണ്ണിനകത്തുള്ള അക്വസ് ഓക്കുലാർ സെക്രീഷൻസിനകത്തൊന്നും ഇത് കയറില്ല. ദെൻ പെനിസിലിൻ ജി ബ്രോഡ് സ്പെക്ട്രം ആണോ നാരോ സ്പെക്ട്രം ആണോ? സിമ്പിൾ ആണ്, അത് നാരോ സ്പെക്ട്രം ആണ്. കാരണം ഓൺലി ഗ്രാം പോസിറ്റീവിനെതിരെ മാത്രമാണ് ഫലം. ഗ്രാം പോസിറ്റീവ് ഓർത്തിരിക്കുക, പെനിസിലിൻ ജി ഗ്രാം പോസിറ്റീവിനെതിരെയാണ് ഫലം. ആൻഡ് വേറെ ആർക്കെങ്കിലൊക്കെതിരെ ഫലമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈറോകീറ്റ്സിനെതിരെ ചില ഫലമുണ്ട്. സ്പൈറോകീറ്റ്സ് ഉദാഹരണം ട്രിപ്പനീമ പാലിഡം, അത് സിഫിലിസ് ഉണ്ടാക്കുന്ന, അതിനെതിരെ ഫലമുണ്ട്. അപൂർവം ഗ്രാം നെഗറ്റീവ് ഒന്നുമില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നെസീറിയ നമുക്ക് എഴുതാം. ദെൻ എൻറ്ററോബാക്ടീരിയസി ആണല്ലോ ഗ്രാം നെഗറ്റീവിലെ ഏറ്റവും ഫേമസ്, എൻറ്ററോബാക്ടീരിയസി. അതിനെതിരെ ഒന്നും പെനിസിലിൻ ജിക്ക് യാതൊരു എഫക്റ്റും ഇല്ല. ദെൻ നമ്മൾ അനൈറോബിക്കിന്റെ കാര്യം ചോദിച്ചാൽ, അനൈറോബിക്കിന് നമ്മൾ മെട്രോൻഡസോൾ ആയിരിക്കും കൊടുക്കുക. അനൈറോബിക്കിനെതിരെ ഫലമുണ്ടോ എന്ന് വെച്ചാൽ ഉദാഹരണം ക്ലോസ്ട്രിഡിയത്തിനെതിരെ കുറച്ച് ഫലമുണ്ട്. എട്ടിപ്പിക്കൽ ബാക്ടീരിയക്കെതിരെ അങ്ങനെയാണെങ്കിൽ ഫലമുണ്ടോ? അതുണ്ടാവില്ലല്ലോ, കാരണം ടിപ്പിക്കൽ ബാക്ടീരിയക്ക് സെൽ വാളില്ല. ക്ലാമിഡിയ എക്സാമ്പിൾ, ക്ലാമിഡിയക്കൊന്നും സെൽ വാളില്ല, അപ്പോൾ അത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ മെക്കാനിസം ആക്ഷൻ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. സോ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ ആണെന്ന് നമുക്ക് പറയാം. പെനിസിലിൻസ് ഹാവ് സ്ട്രക്ചറൽ സിമിലാരിറ്റി വിത്ത് ഡി അലയെ പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ദേ ഇൻഹിബിറ്റ് ട്രാൻസ്പെപ്റ്റിഡേഷൻ തടയുന്നു. സോ ഇതാണ് അതിന്റെ മെക്കാനിസം ആക്ഷൻ. ഇപ്പൊ ഇതിന്റെ ഡ്രോബാക്സ് നമ്മളിവിടെ പറഞ്ഞൊക്കെ തന്നെ നമുക്ക് ഡ്രോബാക്സ് ആയിട്ട് എഴുതാം. ഒന്ന് ഷോർട്ട് ആക്ടിങ് ആണെന്ന് എഴുതാം, അത് ഡ്രോബാക്ക് ആണ്. ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണം, ഡ്രോബാക്ക് ആണ്. ഓറൽ കൊടുക്കാൻ പറ്റില്ല. ആസിഡ് ലബൈലാണ്, നാരോ സ്പെക്ട്രം ആണ്. സോ ഇത്രയും നമ്മൾ ഇവിടെ പറഞ്ഞ തന്നെ നമുക്ക് ഇവിടെ ഡ്രോബാക്സ് ഓർ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതാം. ദെൻ റെസിസ്റ്റൻസ് ആണ് ഒരു പ്രശ്നം. റെസിസ്റ്റൻസ്, പല ആൾക്കാരും റെസിസ്റ്റൻസ് നേടി. പെനിസിലിനേസ് വഴി കുറച്ച് ആൾക്കാർ, ബീറ്റ ലാക്ടമേസ് വഴി കുറച്ച് ആൾക്കാർ, ഇങ്ങനെയൊക്കെ റെസിസ്റ്റൻസ് നേടിക്കഴിഞ്ഞു. അപ്പം ഇനി യൂസസ് ആണ് നമുക്ക് എഴുതേണ്ടത്. നമുക്ക് ആദ്യം ഓർക്കേണ്ടത് ഗ്രാം പോസിറ്റീവിനെ കുറിച്ചിട്ടാണ്. ഗ്രാം പോസിറ്റീവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം കോക്കൈ വരും. അപ്പോൾ നമുക്ക് സ്ട്രെപ്റ്റോകോക്കൈ അതിനെ കുറിച്ച് എഴുതാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രം. ഇപ്പം അധികം പ്രോത്സാഹിപ്പിക്കാറില്ല സ്ട്രെപ്റ്റോകോക്കൈ ന്യൂമോണിയ. ന്യൂമോണിയ പറഞ്ഞതുകൊണ്ട് ന്യൂമോകോക്കൽ ന്യൂമോണിയയിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദെൻ വേറെ സ്ട്രെപ്റ്റോകോക്കയാണ് സ്ട്രെപ്റ്റോകോക്കൈ പയോജൻസ്, അല്ലെ, പയോജൻസ്. ഇത് വഴി ഉണ്ടാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ഫാരിഞ്ചൈറ്റിസ് സ്കാർലറ്റ് ഫീവറിൽ നൽകാം. ദെൻ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതുമൂലമുള്ള ടോക്സിക് ഷോക്ക് അതിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം. നെക്രോട്ടൈസിങ് ഫെസൈറ്റിസിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ ഇതുമൂലമുള്ള മെനിഞ്ചൈറ്റിസ് അതിനകത്ത് കൊടുക്കാം. ആർത്രൈറ്റിസിൽ നമുക്ക് കൊടുക്കാം. എൻഡോകാർഡൈറ്റിസ്. സോ ഇതെല്ലാം സ്ട്രെപ്റ്റോകോക്കൽ പയോജൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ എസ് വെച്ചിട്ട് സ്ട്രെപ്റ്റോകോക്കയാണ്. രണ്ടാമത്തെ ഇനി സ്ട്രെപ്റ്റോകോക്കൈ പ്ലസ് എൻഡറോകോക്കൈ, അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ജെൻഡാമിസിനും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ജെൻഡാമിസിൻ. ദെൻ വീണ്ടും ഒരു എസ് പറയുകയാണെങ്കിൽ അത് സിഫിലിസിലാണ്. സിഫിലിസിൽ കാര്യമായിട്ടുള്ള യൂസ് ഉണ്ട്. സ്റ്റിഫിലിസ് നമുക്കറിയാം, അത് ട്രിപ്പനീമ പാലിഡം എന്ന് പറയുന്ന സ്പൈറോകീറ്റ് വഴി ഉണ്ടാക്കുന്നതാണ്. അതിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. സോ ഈ പറഞ്ഞ മൂന്നും എസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയെന്ന് ഓർക്കുക. ഇനി അടുത്തത് എം വെച്ചിട്ട് ഒരെണ്ണം എഴുതാം. അപ്പോൾ ഇത് രണ്ടാമത്തായിട്ട് കൂട്ടാം. ഇതെല്ലാം S1 ആയിട്ട് കൂട്ടിയാൽ രണ്ടാമത്തെ മെനിഞ്ചോ
എൻഡോകോക്കൽ ഇൻഫെക്ഷൻസിൽ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാരിയേഴ്സിനെ കൊല്ലില്ല. സോ അതുകൊണ്ട് പ്രൊഫൈലാക്സിസ് ആയിട്ടൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ആക്റ്റീവ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാം. ദെൻ മൂന്നാമത്തത് ആന്ത്രാക്സ് ആണ്. ആന്ത്രാക്സ് ഉണ്ടാക്കുന്ന ബാസില്ലസ് ആന്ത്രാസിസ് ആണ്. ബാസില്ലസ് ആന്ത്രാസിസ്. സോ അതിൽ നമുക്ക് ഹൈ ഡോസ് കൊടുക്കേണ്ടി വരും. ദെൻ എ വെച്ചിട്ട് ഒരെണ്ണം കൂടി പറയുകയാണെങ്കിൽ ആക്ടിനോമൈക്കോസിസ്, അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ SMAI സ്മാറായി. ഇനി നമുക്ക് ലിസ്റ്റീരിയയിൽ കൊടുക്കാം. സ്മോളിലേക്കാണ് ഞാൻ വരുന്നത്. ലിസ്റ്റീരിയ ഏതാണ്? ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസി. ഓർഗാനിസത്തിന്റെ പേരൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ വീണ്ടും എല്ല് വെച്ചിട്ട് നമുക്ക് ലൈംസ് ഡിസീസിൽ നമുക്ക് കൊടുക്കാം. ദെൻ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന പ്രശ്നത്തിൽ വിത്ത് ഡോക്സിസൈക്കിളിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇത് എത്രയും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ എന്ന് കിട്ടും. S 3 ഉണ്ടായിരുന്നു, MA 2 ഉണ്ടായിരുന്നു, L 3 ഉണ്ടായിരുന്നു. സ്മോൾ ഇത്ര ഓർത്തിരിക്കാമല്ലോ. ഇനി നമുക്ക് കൊടുക്കാവുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനിൽ കൊടുക്കാം, പെർഫ്രിഞ്ചൻസിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബോട്ടുലിനിൽ കൊടുക്കാം. സോ ഇതിലൊക്കെ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ടെറ്റനസ്, ഗ്യാസ് ഗാംഗ്രീൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ടോക്സിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ബാക്ടീരിയ കൊല്ലാൻ, ബാക്ടീരിയനൊക്കെ ടോക്സിൻ നിർമ്മാണം നമുക്ക് തടയണമെങ്കിൽ നമുക്ക് ക്ലിൻഡാമൈസിൻ പോലെയുള്ള മരുന്നുകൾ കൊടുക്കണം. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് കൊടുക്കാവുന്നത് റാറ്റ് ബൈറ്റ് ഫീവർ ആണ്. അത് സ്പൈറില്യം വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അമേരിക്കയിലോ അവിടെയൊക്കെ ആണെങ്കിൽ സ്ട്രെപ്റ്റോബാസില്ലസ് മോനിഫോർമിസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെതിരെ ഉപയോഗിക്കാം. ദെൻ എറിസിപ്ലോയിഡ് മൂലമുള്ള ഇൻഫെക്ഷൻസിൽ കൊടുക്കാം. ദെൻ പാസ്റ്റുറല്ല മൾട്ടിസ്കോയിഡ ഇൻഫെക്ഷൻസിൽ കൊടുക്കാം. അതിൽ നമുക്ക് പ്രൊഫൈലാറ്റിക് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് പ്രൊഫൈലാറ്റിക് ആണ് കേട്ടോ. പാസ്റ്റുറല്ലയിൽ പ്രൊഫൈലാറ്റിക് ആണ്. ദെൻ രണ്ടാമത്തത് സ്ട്രെപ്റ്റോകോക്കൽ എൻഡോകാർഡൈറ്റിസിൽ നമുക്ക് പ്രൊഫൈലാറ്റിക്. റുമാറ്റിക് ഫീവർ അതിനകത്ത് നമുക്ക് പ്രൊഫൈലാറ്റിക് കൊടുക്കാം. സിഫിലിസ്, ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ് ഞാൻ കുറേ പറഞ്ഞെങ്കിലും ഇത് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഇഞ്ചക്ഷനായിട്ട് മാത്രമാണ് കൊടുക്കുക, അല്ലാതെ പുറത്തുനിന്ന് നമുക്കിത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറവാണ് ഇതിൻ്റെ യൂസസ്. സോ അപ്പോൾ ഇനി നമുക്ക് ADR അഡ്വേഴ്സ് എഫക്റ്റ് ആണ് പറയേണ്ടത്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് മോസ്റ്റ് സേഫസ്റ്റ് ആണെന്നുള്ള കാര്യം. ഭയങ്കരമായ അഡ്വേഴ്സ് എഫക്റ്റ് ഒന്നും പെനിസിലിൻസിന് ഇല്ല. ഏറ്റവും സേഫസ്റ്റ്, ഓർഗൻ ഫെയിലിയർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നാമത്തെ ഒരു പ്രശ്നം കുത്തിവെക്കുന്നിടത്ത് ഇഞ്ചക്ഷൻ സൈറ്റിലുള്ള പ്രശ്നങ്ങളാണ്, ലോക്കൽ പ്രശ്നങ്ങളാണ് ഉള്ളത്. വേദന, ഇറിറ്റൻസി, ത്രോംബോഫ്ലബൈറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. രണ്ട്, ഇപ്പോൾ പ്രൊക്കൈൻ ഇഞ്ചക്ഷൻ ആണെങ്കിൽ അത് ആക്സിഡൻ്റലായിട്ട് IV ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് CNS പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് ആക്സിഡൻ്റലായിട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. ദെൻ മൂന്നാമത്തത് ലാർജ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഡോസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് CNS ബ്രെയിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് വൃക്ക രോഗികളിലാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 1 to 10% ഓഫ് പീപ്പിൾ. 10% ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അലർജി ഉണ്ടാക്കാം. എന്തൊക്കെയായാലും പലരിലും അലർജി ഉണ്ടാക്കാം. അതായിരിക്കും കൂടുതൽ. ഡ്രഗ് അലർജിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പെനിസിലിൻ അലർജി എന്ന് പറയുന്നത്. സോ ഈ അലർജി പ്രശ്നം മൂലം ഈ മരുന്ന് ഉപയോഗിക്കാതെ ആയിട്ടുണ്ട് പലപ്പോഴും. കുത്തിവെപ്പാണ് കൂടുതൽ പ്രശ്നമാവുന്നത്. സോ റാഷസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. സിവിയർ റാഷസ് ഉണ്ടാകാം, ഇച്ചിങ് ഉണ്ടാകാം, അർട്ടിക്കേറി ഉണ്ടാകാം. ദെൻ അനാഫിലാക്സിസ് ഒക്കെ കുറവാണ്. അത് ഒരു 10,000-ൽ 1 to 4 ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. എങ്കിലും അനാഫിലാക്സിസ് വരെ ഉണ്ടാകാം. ദെൻ അങ്ങനെയാണെങ്കിൽ അലർജി ടെസ്റ്റ് ചെയ്തുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് ടെസ്റ്റ് ഉണ്ട്. ദെൻ ഇൻട്രാഡെർമൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബെൻസോയിൽ, പെനിസിലോയിൽ, പോളിലൈസിൻ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്താലും വി കനോട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇത് നെഗറ്റീവ് കാണിച്ചാലും ചിലപ്പോൾ അലർജിയൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ഒരു മുഴുവൻ കൃത്യം ടെസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. എങ്കിലും ഇതാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. ദെൻ സിഫിലിസ് രോഗികളിൽ അഞ്ചാമത്തെ ഒരു പ്രശ്നം, സിഫിലിസ് രോഗികളിൽ നമ്മളിത് പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ ഇത് ഇപ്പോൾ സെക്കൻഡറി സിഫിലിസ് ഒക്കെ ആണെങ്കിൽ കുത്തിവെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സ്പൈറോകൈറ്റ്സ് അങ്ങ് നശിക്കും. സ്പൈറോകൈറ്റ്സ് നശിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ ലൈറ്റിക് പ്രോഡക്ട്സ്, അത് നശിച്ചിട്ടുള്ള അതിൻ്റെ പ്രോഡക്ട്സ് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ജാരിഷ്, JARISCH, ഹെക്സീമർ, HERX ഉണ്ട്, HEIMER, ജാരിഷ് ഹെക്സീമിയേഴ്സ് റിയാക്ഷൻ എന്നാണ് പറയുക. അത് ലൈസിസ്, ഇത് നടക്കുന്നതുകൊണ്ട് കൊല്ലുന്നതുകൊണ്ട് അതിൻ്റെ ലൈസിസ് പ്രൊഡക്റ്റ് അമിതമായിട്ട് വരുമ്പോണ്ടാകുന്ന സീരിയസ് പ്രശ്നമാണ്. അപ്പോൾ ബേസിക് പ്രശ്നങ്ങളൊന്നും ഓറലി എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. പെൻസിലിനേസ് വഴി നശിക്കുന്നു, റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, സ്പെക്ട്രം ഓൺലി ഫോർ ഗ്രാം പോസിറ്റീവ് എന്ന് പറയാം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നതായിരുന്നു ഫിനോക്സിമീഥൈൽ പെൻസിലിൻ ഓർ പെൻസിലിൻ V എന്ന് പറയുന്നത്. അതിന് അത്യാവശ്യം നല്ല അബ്സോർപ്ഷനൊക്കെ ഉണ്ട്. T half പക്ഷേ എന്നാലും കുറവാണ്, 30 to 60 മിനിറ്റ് ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ സ്പെക്ട്രം
എന്ന് പറഞ്ഞാൽ സെയിം ഐഡന്റിക്കൽ ടു ദാറ്റ് ഓഫ് പെനിസിലിൻ ജിയുടെ അതേ സ്പെക്ട്രം തന്നെയാണ്. പക്ഷെ ഇതിന് നിസീറിയെ കൊല്ലാനുള്ള സ്പീഡ് കുറവാണ്. നിസീറിയക്കെതിരെ ഇതിന് ഫലം കുറവാണ്. ഒരു 1/5 ഇത് മാത്രമേ ഇതിന് ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. സോ ഇത് നമുക്ക് ഗുളികയായിട്ട് കിട്ടും, സിറപ്പായിട്ട് കിട്ടും. ഓക്കെ, 250 മില്ലിഗ്രാം വരെയൊക്കെയാണ്. 4 ലാക്ക് പെൻസിലിൻ ജി ഈക്വലന്റ് ആണ് ഈ സംഭവം. ഓക്കെ, സോ ഇതാണ് പെൻസിലിൻ വി. ഇനി ബാക്കി മരുന്നുകളെ പറ്റി പറഞ്ഞു വരുമ്പോഴത്തേക്കും സമയം ഒരുപാട് പിടിക്കും. സോ ഐ തിങ്ക് ബെറ്റർ ടു വൈൻഡ് അപ്പ് ഹിയർ. സോ ബാക്കിയുള്ള എല്ലാ മരുന്നുകളും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.